നിക്കാഹ് മുടങ്ങി, വീട്ടമ്മ മരിച്ചു. ഒന്ന് ഉറക്കനെ വായിക്കണ മണിക്കാരെ നമ്മളൊന്ന് കേക്കട്ടെ. കോഴിക്കോട് കൂർക്കഞ്ചേരി ഖാദർ മുല്ലാക്കയുടെ ഭാര്യ കല്യാണപ്പന്തലിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. തങ്ങളുടെ മോൾ സൗദയും വലിയങ്ങാടി മഞ്ചാടിക്കുന്ന് ബാപ്പുട്ടി മകൻ ഷാഹിദും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കെ സ്ത്രീധനക്കാശ് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് മരണമടഞ്ഞത്. വല്ലാത്തൊരു കഷ്ടം ആ മൊല്ലാക്കാടെ 3 മക്കളുടെ കാര്യം. ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം ഈ കല്യാണം എങ്ങനെ നടത്താൻ വെച്ചിട്ടാ. ഏതായാലും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണല്ലോ. പിന്നെ ഇത്രയായിട്ട് വേണ്ടെന്ന് വെച്ചാ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിയില്ലേ? എന്നാ പിന്നെ അതങ്ങ് നടത്തല്ലേ? അതെ, 6 മാസം അവധി തരാം. അതിനുള്ളിൽ ബാക്കി കാശ് തന്നാ മതി. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇപ്പൊ നല്ലപ്പം കാലത്ത് നല്ലതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ തോന്നിയിട്ടൊന്നും കാര്യമില്ല. വിചാരിച്ച കാര്യം ശരിയാവാത്തോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരില്ല, ഒക്കെ ഹാജഹോജാവായ റബ്ബിന്റെ വിധിയാ. എന്നാ അതങ്ങ് ഉറപ്പിക്കല്ലേ? പിന്നല്ലാണ്ട്. ഉറപ്പിക്കാനൊക്കെ വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തീറ്റ പരിപാടിയൊക്കെ വേണ്ടി വരുമോ? അനക്ക് തീറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേജാറ് കൊണ്ട് ചോദിച്ചാണ്. അപ്പൊ നമ്മൾ നിക്കാഹിനെപ്പാണ് വരേണ്ടത്. മതി മതി, നിർത്ത സംസാരം. എന്റെ ഉമ്മാനെ കൊന്ന അവനെനിക്ക് വേണ്ട. ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ ഭാര്യയായി നിങ്ങളുടെ കൂടെ വന്ന എന്റെ ഉമ്മാനെ തിരിച്ചു തരോ? തരാൻ പറ്റോ നിങ്ങൾക്ക്? അത് എന്താ?
തനിച്ചാക്കി പോയി തനിച്ചാക്കി പോയി അമ്മിഞ്ഞ തന്നവരും മിന്നും ആതിരയാണെന്റെ ഉമ്മ അമ്മിഞ്ഞ തന്നവരും മിന്നും ആതിരയാണെന്റെ ഉമ്മ അലറിക്കരയുമ്പോൾ ആധിയാലെ വന്നു അലമുറയിട്ടു എന്റുമ്മ നീങ്ങിക്കരഞ്ഞു എന്റുമ്മ ആ നീയോ യാത്രയൊക്കെ സുഖമായിരുന്നില്ലടാ. ഓ എന്താണ് വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ പോണു. ലീവൊക്കെ ഇല്ലടാ എനിക്ക്. ഉണ്ട്. നീയേ ആ മൊല്ലാക്കാട് വീട്ടിലൊന്ന് പോയി നോക്ക്, എന്നിട്ട് വായോ ട്ടാ. ശരി, ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ആരാ നസീറ? ആ. എപ്പോഴാ മോനെ വന്നത്? ഞാൻ വരുന്ന വഴിയാ. കയറിയിരിക്കി. ഇല്ല, ഇരിക്കണില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം പഠിച്ചോന്റെ വിധിയാ. അല്ല, മോൻ സഫാനോ? ശരിയെന്നാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ, ശരി. ഓൻ ഇവിടുത്തെ ഭർത്താനൊക്കെ അപ്പ ഗൾഫിൽ അറിയുന്നുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അതെ അതെ അതെ. ഓന്റെ ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കണം. ഓന്റെ ബാപ്പ മരിച്ചോണ്ട് ഇനിയിപ്പോ ഞങ്ങളല്ലാതെ ഇത് ആര് നടത്താനാ? കുറച്ച് പയർ പുഞ്ഞത് കഴിച്ചേ, അതാ. മൊല്ലാക്ക എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണ? നിങ്ങക്ക് വേറെ ഒരു മോളില്ലേ? ഇതെങ്ങനെങ്കിലും ഒന്നാ നടത്തി കൊടുക്കുക. പിന്നെ കല്യാണത്തിലുള്ള മുഴുവൻ ചെലവും ഓൻ തരും. നിങ്ങൾ ഇതങ്ങ് നടത്തി കൊടുത്താ മതി. അല്ലാ, കല്യാണത്തിന് മുഴുവൻ ചെലവ് ഓൻ എടുക്കുന്നാ? അതിശയമാണല്ലാ. എന്നാ പിന്നെ എന്താണ് നോക്കി നിൽക്കുന്നത്? അങ്ങാട്ട് കെട്ടിച്ചു കൊടുക്കണ്ട പറയാ. വന്നല്ല നമ്മുടെ മണവാട്ടി. ഓനിപ്പോ ഇവിടെ ഉണ്ട്. ഓനിപ്പോ അവിടെ ഉണ്ടാ? മുല്ലാക്കാന്റെ മോളെ ഓന്റെ ഭാര്യയല്ലായിട്ട് 4-ാം മാസത്തിൽ എഴുതി വെച്ചതാ. പിന്നെ ആര് വന്ന് കല്യാണം നോക്കിയാലാ നടക്കുക? നസീറേ, ഇവിടെ വാ. ഓന്റെ കിനാവാണിത്. ഇങ്ങനൊക്കെ ഇക്കാലത്ത് ചെറുക്കന്മാര് തയ്യാറാവുമ്പോ നമ്മൾ ഇതങ്ങോട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ പടച്ചോ നമ്മള് വെറുതെ വിടുവോ? നിക്ക് നിക്ക്, ഖബർ കൊടുക്കാൻ പറ്റേ. അളിയന്റെ മോളെ ഇച്ച് കെട്ടിയ
ഞാൻ പിന്നെ ഈ നാട്ടിൽ ആരാ? ദുബായ്ക്കാരുടെ മാമ. ഇത് മുഴുവൻ കാശാന സീര. മോനെ അളിയ ഇച്ചിരി പൊടി കടങ്ങ്. നമ്മുടെ സൗദിയുടെ കാര്യം ഓർത്തിട്ടെ വയറിന് ഭയങ്കര ബേജാറ്. കല്യാണത്തിന് മത്തായി ബാബയുടെ ചെമ്പിലി ബിരിയാണി വെച്ചാലുണ്ടല്ല എന്ത് രസമായിരിക്കും. എന്തേ